പ്രിയമുള്ളവരെ, 9th സ്റ്റാൻഡേർഡിലെ മാത്തമാറ്റിക്സിലെ 4th യൂണിറ്റ് ആണ് ന്യൂ നമ്പേഴ്സ് അല്ലെങ്കിൽ പുതിയ സംഖ്യകൾ. അതിലെ പേജ് നമ്പർ 52ൽ കിടക്കുന്ന എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് ഇന്ന് നമ്മൾ ചെയ്യുക. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്കത് വായിച്ചു നോക്കിയാലോ. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ ഹൈപ്പോട്ടനസ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1.5 മീറ്റർ. ഒരു മട്ട ത്രികോണത്തിന്റെ കർണം 1.5 മീറ്റർ ആണ്. Then and another side is half meter. ഇതിന്റെ മറ്റൊരു വശം, അത് ബേസ് ആയിട്ടോ ഹൈറ്റ് ആയിട്ടോ പരിഗണിക്കാം, നമ്മുടെ ഇഷ്ടമാണ്, അത് 1/2 മീറ്റർ ആണ്. Then calculate its perimeter correct to centimeter. ഇതിന്റെ ചുറ്റളവ് സെന്റിമീറ്ററിന് കറക്റ്റ് ആയിട്ട് കാണുക. അപ്പൊ ഈ ചോദ്യത്തില് ഒരു മെഷർമെന്റ് എന്ന് പറഞ്ഞിരുന്നതിന്റെ ഹൈപ്പോട്ടനസ് അല്ലെങ്കിൽ കർണം 1.5 മീറ്റർ ആണെന്നുണ്ട്. അതൊരു മിശ്രഭിന്നമായിട്ടാണ് തന്നിരിക്കുന്നത് അല്ലേ, ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നമാക്കി മാറ്റി എഴുതിയാൽ നമുക്ക് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യാൻ ഒത്തിരി എളുപ്പം കിട്ടും. നമുക്ക് ആദ്യം തന്നെ എങ്ങനെ മാറ്റി എഴുതാം. 1.5 മീറ്റർ, 1.5നെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നമാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? വളരെ എളുപ്പമാണ്. ഈ 2നെയും ഈ 1നെയും മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ന്യൂമറേറ്റർ ആയിട്ടുള്ള 1 ആഡ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡ് ബൈ 2 എഴുതുക. 2 into 1 plus 1 divided by this 2. 2 into 1 2 വരും, plus 1 3 വരും. എന്തെന്ന് കിട്ടും നമുക്ക്? 3/2. അപ്പോ ഇതിന്റെ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടനസ് 3/2 ആണ്. 3/2 ആണ്, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ആൻഡ് അനദർ സൈഡ് ഈസ് 1/2 മീറ്റർ. അത് ഏത് സൈഡ് വേണമെങ്കിലും എടുക്കാം. ഞാൻ ഈ താഴെയുള്ള ഈ വശം 1/2 മീറ്റർ എന്ന് എടുക്കാൻ പോകും. ഇനി നമുക്ക് ഇതിന്റെ പെരിമീറ്റർ കാണാം. പെരിമീറ്റർ കാണാൻ ഇതിന്റെ 3 സൈഡും കിട്ടണം അല്ലേ? 3 സൈഡൊക്കെ അവൈലബിൾ ആണോ? അല്ല. ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലെങ്കിൽ മട്ട ത്രികോണത്തിന്റെ 2 വശങ്ങൾ തന്നാൽ മൂന്നാമത്തെ വശം കാണാൻ പൈതഗോറസ് തിയറം ഉണ്ട്. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആ ഒരു പുതിയ മാർഗം, അതാത് വശങ്ങളുടെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടെത്തി അതാത് വശങ്ങൾ വരുന്ന സ്ക്വയറുകളുടെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടെത്തി ആ തേർഡ് സൈഡ് കാണുന്ന മാർഗം ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അത് കൂടുതൽ എളുപ്പം. ആദ്യം തന്നെ ഈ ഹൈപ്പോട്ടനസ് അല്ലെങ്കിൽ കർണവശമാവുന്ന ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ ഏരിയ എത്ര വന്നേനെ? സൈഡ് 3/2 ആണ് അല്ലെ? അപ്പോൾ ഇങ്ങോട്ട് വരുന്ന സ്ക്വയറിന്റെ അടുത്ത സൈഡും 3/2 തന്നെയായിരിക്കും അല്ലെ? അപ്പൊ 3/2 into 3/2 ആണ് ആ സ്ക്വയറിന്റെ ഏരിയ. നമുക്കിവിടെ എഴുതി വെക്കാം. 3/2 into 3/2 കിട്ടുന്ന ആൻസർ എത്രയാണ്? 3 into 3 9, 2 into 2 4, 9/4. അതുപോലെ നമുക്ക് ബേസ് വശമാവുന്ന സ്ക്വയറിന്റെ ഏരിയ കണ്ടാലോ? ബേസ് വശമാവുന്ന സ്ക്വയറിന്റെ ഏരിയ 1/2 ആണ് ബേസിന്റെ നീളം. അപ്പൊ അവിടെ വരുന്ന സ്ക്വയറിന്റെ ഏരിയ 1/2 into 1/2 ആയിരിക്കും അല്ലെ? ഇവിടെ എഴുതാം 1/2 into 1/2. എങ്ങനെയാ ഫ്രാക്ഷന്റെ അല്ലെങ്കിൽ ഭിന്നസംഖ്യകളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുണനം കാണുക? അതിന്റെ അംശങ്ങൾ ഗുണിക്കുക, ഛേദങ്ങൾ ഗുണിക്കുക. അപ്പോ 1 × 1 1 ബൈ 2 × 2 4, 4ൽ 1 എന്നാണ് കിട്ടുക, അതായത് 1/4. അപ്പോൾ ഈ മട്ട ത്രികോണത്തിന്റെ കർണം കിട്ടുന്നത് 9/4 എന്നും പാദം ബേസ് കിട്ടുന്നത് 1/4 എന്നുമാണ്. ബേസിന്റെ ഏരിയ അല്ലെ, ബേസ് വരുന്ന സ്ക്വയറിന്റെ ഏരിയ 1/4. ഹൈപ്പോട്ടനസ് വരുന്ന സ്ക്വയറിന്റെ ഏരിയ 9/4. അതറിയാമെങ്കിൽ ഈ ഹൈറ്റ് വശമാവുന്ന സ്ക്വയറിന്റെ ഏരിയ കാണാൻ പാടില്ലേ? എങ്ങനെയത്? ഹൈപ്പോട്ടനസ് വശമാവുന്ന സ്ക്വയറിന്റെ ഏരിയ 9/4ൽ നിന്നും ബേസ് വശമാവുന്ന സ്ക്വയറിന്റെ ഏരിയ 1/4 കുറയ്ക്കണം. നമുക്കൊന്ന് കുറച്ചുകൂടി എഴുതാം. എന്ത് കിട്ടുന്നു നോക്കാം. 9/4 മൈനസ് 1/4. ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലെ? അപ്പൊ ഡിനോമിനേറ്റർ എഴുതി, ഒരു പ്രാവശ്യം എഴുതി, ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്താൽ മതി. 9 - 1 എത്ര കിട്ടുക? 8/4 ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? 2 എന്നാ കിട്ടുക ഇവിടെ വരുന്ന സ്ക്വയറിന്റെ ഏരിയ. അങ്ങനെ വശം എത്രയായിരിക്കും? 2ന്റെ റൂട്ട് അല്ലേ? എന്ത് കിട്ടും? √2. അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ വശം കണ്ടുപിടിക്കാൻ പറ്റി. √2. അത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിന് നമുക്ക് പെരിമീറ്റർ കാണാൻ പാടില്ലേ? ബേസിന്റെ നീളം 1/2 ആണ്, ഹൈറ്റ് √2 ആണ്, ഹൈപ്പോട്ടനസ് കർണം 3/2 ആണ്. അത് മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതി. നമുക്കൊന്ന് കൂട്ടിയതാണ്.
പെരിമീറ്റർ ഈസ് ഈക്വൽ ടു പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് സമം 3/2 പ്ലസ് 1/2 പ്ലസ് √2 3/2 പ്ലസ് 1/2 പ്ലസ് √2. അതിൽ ഈ രണ്ട് ഫ്രാക്ഷൻ നമുക്ക് ആദ്യം തന്നെ ആഡ് ചെയ്യാം. ഇതിന്റെ രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ, 2 ആണ്. അപ്പൊ 2 ഒരു പ്രാവശ്യം വേണ്ടി ന്യൂമറേറ്റർ മാത്രം അംശം മാത്രം കൂട്ടിയാൽ മതി. 3 പ്ലസ് 1 ശരിയല്ലേ, പ്ലസ് ഈ √2 ഈക്വൽ ടു 3 പ്ലസ് 1ന്റെ ആൻസർ എന്താണ്, 4/2 പ്ലസ് √2. അതിൽ 4/2ന്റെ ആൻസർ 2 അല്ലേ, അതും കിട്ടി, പ്ലസ് √2 ഈക്വൽ ടു 2 പ്ലസ് √2ന്റെ വാല്യൂ എത്രയാ, 1.414. അതിലെ 1.41 വരെ നമുക്ക് എടുത്താൽ മതി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, പോയിന്റിന് ശേഷം 3 ഡിജിറ്റ് എടുക്കുമ്പോൾ മില്ലിമീറ്ററിന് കറക്റ്റ് ആയിട്ട് കിട്ടും. പക്ഷെ ഇവിടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് സെന്റിമീറ്ററിന് കറക്റ്റ് ആയിട്ട് കണ്ടാൽ മതി എന്നാണ്. അപ്പോൾ √2ന്റെ വിലയായ 1.414 അപ്രോക്സിമേറ്റ് വാല്യൂ നമ്മൾ ബുക്കിൽ എഴുതി വെച്ചതിന്റെ ആ 41 വരെ എടുത്താൽ മതി, 1.41 എടുത്താൽ മതി, കാരണം സെന്റിമീറ്ററിന് കറക്റ്റ് ആയിട്ട് കണ്ടാൽ മതി. ഓക്കെ, അപ്പൊ 1.41 ഫൈനൽ ആൻസർ എന്താ കിട്ടുക, 2 പ്ലസ് 1.41 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3.41. ആഡ് ചെയ്യാൻ പോകേണ്ട പോലും ആവശ്യമില്ല, മനക്കണക്കായിട്ട് കിട്ടുന്ന ആൻസർ ആണ് 3.41 മീറ്റർ ആണ് ഈ മട്ടത്രികോണത്തിന്റെ ഏകദേശ ചുറ്റളവ്. അതിൽ 3 എന്ന് പറയുന്ന മീറ്ററും 41 എന്ന് പറയുന്നത് സെന്റിമീറ്ററുമാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം ചെയ്താലോ. നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2 സെയിം പേജിൽ കിടക്കുന്ന എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് വായിക്കാം. എളുപ്പമുള്ള ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്, The picture shows an equilateral triangle cut into half by a line through a vertex. ഇവിടെ വലിയ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ്, അതിന്റെ 3 വശങ്ങളുടെയും നീളം തുല്യമാണ്. ഈ വശത്തിന്റെയും ഈ റൈറ്റ് സൈഡിന്റെയും ഈ ബോട്ടം സൈഡിന്റെയും നീളങ്ങൾ തുല്യമായിരിക്കും. അതിന്റെ എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും എല്ലാ കോണുകളും. ഈ കോൺ 60 ആയിരിക്കും, ഈ കോൺ 60 ആയിരിക്കും, ഇവിടെ വരുന്ന ഈ കോണും 60 ഡിഗ്രി ആയിരിക്കും. Then first question, what is the perimeter of a part? ഇതിന്റെ മുകളിൽ നിന്ന് ഈ വെർട്ടക്സിൽ നിന്ന് താഴത്തേക്ക് ഒരു വര വരച്ച് ഇതിനെ 2 പകുതിയാക്കി മേലെ എഴുതിയിട്ടുണ്ട്. കട്ട് ഇൻടു ഹാഫ് ബൈ എ ലൈൻ ത്രൂ എ വെർട്ടക്സ്. അങ്ങനെ പകുതിയാക്കിയപ്പോൾ കിട്ടിയ ഈ ഒരു ഭാഗത്തിന്റെ, ഈ ഒരു ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ എത്രയാണ്, ചുറ്റളവ് എത്രയാണെന്ന് കാണണം. അടുത്തതായിട്ട് കാണുന്നത് ഹൗ മച്ച് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ദ ഹോൾ ട്രയാങ്കിൾ ഈസ് ദിസ്. ഈ വലിയ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പെരിമീറ്ററും സമഭുജ ത്രികോണത്തിന്റെ ചുറ്റളവും ഈ ഒരു പാർട്ടിന്റെ ചുറ്റളവും തമ്മിലുള്ള ആ വ്യത്യാസം എത്രയാണെന്ന് കാണാം. രണ്ടും പെട്ടെന്ന് കിട്ടുന്ന ഉത്തരവാണ്. അതെങ്ങനെ കാണണം നമുക്ക് നോക്കാം. അതിനു മുന്നേ ഇവിടെ ഉണ്ടായ ഈ ഒരു ചെറിയ ട്രയാങ്കിൾ, അത് എന്ത് തരം ട്രയാങ്കിളാണ്? സാധാരണ ഒരു ട്രയാങ്കിൾ ആണോ? അല്ല, അത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, മട്ട ത്രികോണമാണ്. എവിടെയാ 90 ഡിഗ്രി വരിക? ഈ ഒരു ചെറിയ ട്രയാങ്കിൾ 90 ഡിഗ്രി ആയിട്ട് വരുന്നത് കാണാൻ പറയാം, താഴെ വരിക. അതെങ്ങനെ 90 ഡിഗ്രി വരുന്ന ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെയാ? ഈ വലിയ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനെ 2 പകുതി ആക്കണമെങ്കിൽ ഈ മേളത്തെ വെർട്ടെക്സിന് താഴത്തേക്ക് ഒരു പെർപെൻഡിക്കുലർ, ഒരു ലംബ വര വരച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവിടെ വരുന്ന ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഇതിന്റെ ഈ ചെറിയ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ എത്ര? ഞാൻ ആദ്യമേ പറഞ്ഞു, ഇത് സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ കോൺ എത്ര ഡിഗ്രിയാ വരിക? 60 ഡിഗ്രി, 60 ഡിഗ്രി. അപ്പൊ ഞാൻ അത് എഴുതി വരികയാണ് 60 ഡിഗ്രി. അപ്പൊ ഈ മൂന്നാമത്തെ ഈ കോൺ എത്രയാ വരിക? ഈ ആംഗിൾ എത്രയാ വരിക? 90 പ്ലസ് 60 150. 150യുടെ കൂടെ 30 ആഡ് ചെയ്യുമ്പോഴാണ് 180 കിട്ടുക അല്ലെ? ദ സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഓഫ് എനി ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി. അപ്പോൾ ഈ തേർഡ് ആംഗിൾ എത്ര ഡിഗ്രി വരും? 30 ഡിഗ്രി. നമുക്ക് ഈ ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കാണണമെങ്കിൽ
നമുക്കതിന്റെ ഒരു വശം നിലവിൽ അറിയാൻ പാടുള്ളൂ. ഈ ഒരു വശത്തിന്റെ നീളം 2 ആണ്. ഈ ഒരു വശത്തിന്റെ നീളം 2 ആണ്. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഈ നീളം നമുക്ക് അറിയത്തില്ല, ഈ ഹൈറ്റും അറിയത്തില്ല. പക്ഷെ ഇത് പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതിനാണ് കഴിഞ്ഞ ദിവസം ഒരു ട്രിക്ക് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? 30, 60, 90 ഉള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് 2 ആയാൽ 30യുടെ ഓപ്പോസിറ്റ് 1ഉം 60യുടെ ഓപ്പോസിറ്റ് √3 ആണെന്ന ഒരു നിയമം കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു. ആ ഒരു നിയമം ഉപയോഗിക്കാൻ പറ്റുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ ഇത്? പട്ടത്രികോണമല്ലേ അത്? കാരണം 90 ഡിഗ്രി ഇതാണ്, അതിന്റെ എതിരെ കിടക്കുന്ന 2ആണ്. അപ്പൊ 30ന്റെ എതിരെ എത്ര വരുമെന്ന് ഈ പടത്തിൽ നിന്ന് കിട്ടുക? 30ന്റെ എതിരെ അപ്പോൾ വരേണ്ടത് 1 ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് 1 കിട്ടും. 60ന്റെ എതിരെ വരേണ്ടത് എത്രയാണ്? അത് ഈ പടത്തിൽ നോക്കിയാൽ മനസ്സിലാവും. 90ന്റെ എതിരെ 2 വരുമ്പോൾ 30ന്റെ എതിരെ 1ഉം 60ന്റെ എതിരെ വരേണ്ടത് √3 അപ്പോൾ ഈ ചെറിയ ട്രയാംഗിളിന്റെ ത്രികോണത്തിന്റെ 3 വശങ്ങളും കിട്ടിക്കഴിഞ്ഞു. അത് പഴയ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ കണ്ട ആ ഒരു ചെറിയ ആശയം ഉപയോഗിച്ചാണ്. അപ്പൊ 3 വശങ്ങളുമായി 2, 1, √3. അപ്പൊ നമുക്ക് ഈ ചെറിയ ട്രയാംഗിളിന്റെ പെരിമീറ്റർ ചുറ്റളവ് കണ്ടാലോ? അപ്പൊ നമുക്കൊന്ന് കാണാം. പെരിമീറ്റർ ഓഫ് ദ പാർട്ട്. Perimeter of the part is equal to 1 plus 2 plus √3. 1 plus 2 plus √3 equal to 1 plus 2 എത്രയാണ്? 3 plus √3. 3 plus √3 എത്രയായിരിക്കും അതിന്റെ വാല്യൂ? √3യുടെ ഏകദേശ വാല്യൂ കൊടുക്കണം. 3 plus √3യുടെ ഏകദേശ വില കഴിഞ്ഞ ദിവസം കണ്ടതാണ്. 1.732. 1.732 വാല്യൂ കൊടുത്തു നോക്കാം. 1.732 കിട്ടുന്നത് എത്രയാണ്? 3 plus 1.732 എത്രയാണ്? 4.732 മീറ്റർ അല്ലെ? മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ ചെറിയ ഒരു പാർട്ടിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കിട്ടിക്കഴിഞ്ഞു. എത്രയാണത്? 4.732 മീറ്റർ. ഇനി രണ്ടാമത്തെ ചോദ്യം, ഹൗ മച്ച് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ദ ഹോൾ ട്രയാംഗിൾ ഈസ് ദിസ്? അതിന്റെ അർത്ഥം എന്താ? ഈ വലിയ ട്രയാംഗിളിൽ നിന്നും എത്ര പെരിമീറ്റർ കുറവുണ്ട് ഈ ചെറിയ ഒരു പാർട്ട്? മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വലിയ ട്രയാംഗിളിന്റെയും ചെറിയ ട്രയാംഗിളിന്റെയും ആ ചുറ്റളവുകൾ തമ്മിലുള്ള പെരിമീറ്ററുകൾ തമ്മിലുള്ള ആ വ്യത്യാസം എത്രയാണ്? അത് കാണാൻ ഇനി എന്തെങ്കിലും പാടുണ്ടോ? ഈ വലിയ ഈ ത്രികോണത്തിന്റെ പെരിമീറ്റർ എത്രയായിരിക്കും? 2, 2, 2. 2 plus 2 plus 2 അല്ലേ? 6. 6ൽ നിന്ന് ഈ വാല്യൂ കുറച്ചാൽ മതിയില്ലേ? നമുക്കൊന്ന് കുറയ്ക്കാൻ. ദ ഡിഫറൻസ് ബിറ്റ്വീൻ പെരിമീറ്റേഴ്സ്. ദ ഡിഫറൻസ് between the perimeters is equal to 6 minus 4.732 അല്ലേ? 6നെ നമുക്ക് 6.000 എന്ന് എഴുതാം. കാരണം നമുക്ക് കുറയ്ക്കേണ്ട 4.732 പോയിന്റിന് ശേഷം 3 ഡിജിറ്റ് ഉണ്ട്. തെറ്റിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി 0.000 വെറുതെ ആഡ് ചെയ്തതാണ്. ഓക്കെ, മൈനസ് 4.732 കുറച്ചോ 0 ആണ്. ഇവിടെ നിന്ന് ഓർമ്മ എടുക്കണം. ഇവിടെ നിന്ന് വരും 10 വരും, ഇവിടെ 9 വരും, ഇവിടെ 9 വരും. 10 minus 2 8, 9 minus 3 6, 9 minus 7 2. ഇവിടെ നിന്ന് അങ്ങ് എടുത്താൽ മതി അല്ലേ? ഇനി അവിടെ 5 അല്ലേ ഉള്ളൂ. 5 minus 4 1. 1.268 മീറ്റർ. ഒന്നും കൂടെ പറയാം. ഈ വലിയ ട്രയാംഗിളിന്റെ പെരിമീറ്ററിൽ നിന്നും ഈ ചെറിയ ട്രയാംഗിളിന്റെ പെരിമീറ്റർ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം പെരിമീറ്റർ ഡിഫറൻസ് കിട്ടും. വലിയ ട്രയാംഗിളിന്റെ പെരിമീറ്റർ ഇത് ഇക്വിലാറ്ററൽ ട്രയാംഗിൾ ആണ്. അപ്പോൾ 3 വശങ്ങളുടെ നീളം തുല്യമാണ്. 2 plus 2 plus 2 6 എന്ന് വരും. അതിൽ നിന്ന്
ഈ ചെറിയ ട്രയാങ്കിൾ പെരിമീറ്റർ നമ്മളിപ്പോൾ കണ്ടെത്തിയത് കുറച്ചാൽ മതി. ഓക്കെ, നമുക്ക് ഒരു ചോദ്യം കൂടി. തേർഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ബിലോ. ഇത് നല്ല എളുപ്പമുള്ള നല്ലൊരു ചോദ്യമാണ്. ചോദിക്കാൻ എക്സാമിന് മിക്കവാറും വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ഒരു ത്രികോണം തന്നിട്ടുണ്ട് അല്ലേ. അതിന്റെ ഈ താഴത്തെ വശം 2 മീറ്റർ ആണ്. അതിന്റെ ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്, ഈ ആംഗിൾ 105 ഡിഗ്രിയാണ്, 105 ഡിഗ്രിയാണ്. കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ ഷോൺ ബിലോ. ഈ ത്രികോണത്തിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. അപ്പൊ 2 വശങ്ങളിൽ കണ്ടുപിടിക്കാനുണ്ടല്ലേ. ഈ വശത്തിന്റെ നീളം അറിയണം, ഈ വശത്തിന്റെയും നീളം അറിയണം, എന്നാലേ നമുക്ക് പെരിമീറ്റർ കാണാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെ കണ്ടുപിടിക്കും? എന്താ അതിന്റെ മാർഗം? നമ്മള് ഈ 30 ഡിഗ്രി ഒരു ആംഗിളിലൂടെ കിടക്കുമ്പോ തന്നെ നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ചോദ്യത്തിലും ആ ട്രയാംഗിളിൽ ഒരു 30 ഡിഗ്രി ഉണ്ടായിരുന്നു അല്ലെ. 30, 60, 90 ഡിഗ്രി ഉള്ളൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ മട്ടത്രികോണം കിട്ടി. അതിൽ നിന്ന് നമ്മൾ ആ വശങ്ങളൊക്കെ കണ്ടെത്തി തൊട്ട് മുന്നേ പെരിമീറ്റർ കണ്ടതാണ്. ഒരു 30 ഡിഗ്രി വന്ന് കിടക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു മട്ടത്രികോണമല്ല കിടക്കുന്നത്. ഒന്ന് ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ ഈ ട്രയാംഗിളിന്റെ ഉള്ളിൽ കൂടി ഒരു ഹിന്റ് ചെയ്യാനില്ല. ഈ ട്രയാംഗിളിന്റെ ഉള്ളിൽ കൂടി ഒരു പെർപെൻഡിക്കുലർ ലൈൻ ഒരു വെർട്ടെക്സിൽ നിന്ന് വരച്ചാൽ നമുക്ക് ഈ എൻ്റയർ ട്രയാംഗിളിനെ 2 റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ, 2 മട്ടത്രികോണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എൻ്റെ ഉത്തരം പെട്ടെന്ന് കാണാൻ പറ്റും. ഏത് വെർട്ടെക്സിൽ നിന്ന്, ഏത് മൂലയിൽ നിന്ന് വരയ്ക്കണം? ആ പെർപെൻഡിക്കുലർ, ആ ലംബ വര എവിടെ നിന്ന് വരയ്ക്കണം? ഈ വെർട്ടെക്സിൽ നിന്ന് ഈ വശത്തേക്ക് ഒരു ലംബവര എന്ന് വരച്ചു നോക്കിക്കേ. ഇതിന്റെ ഉത്തരം പെട്ടെന്ന് കിട്ടും. നമുക്കൊന്ന് വരച്ചു നോക്കാം. അതിനു മുന്നേ ഞാൻ നിങ്ങൾക്കത് ക്ലിയർ ആകാൻ വേണ്ടി ഞാൻ ഇതിന് പേര് കൊടുക്കാം. ഈ ട്രയാങ്കിളിന്റെ മൊത്തത്തിലുള്ള പേര് നമുക്ക് എ ബി സി നിൽക്കട്ടെ. നമുക്ക് ആദ്യം തന്നെ ഈ വെർട്ടെക്സ് വരുന്ന ആംഗിൾ ഒന്ന് കണ്ടുപിടിച്ചാലോ? അപ്പോൾ പെട്ടെന്ന് കിട്ടില്ലേ? ആംഗിൾ സി ഞാൻ ഇവിടെ എഴുതി വയ്ക്കാം. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 നിന്ന് ഇത് രണ്ടും ആഡ് ചെയ്ത് കുറച്ചാൽ മതിയില്ലേ. 180 മൈനസ് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യും. 30 പ്ലസ് 105 എന്ത് കിട്ടും നോക്കാം. 180 മൈനസ് 30ഉം 105 കൂടെ കൂട്ടിയാൽ എത്ര കിട്ടുക? 30ഉം 105 ഡിഗ്രിയും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 135 അല്ലേ. 134. അതിന്റെ ആൻസർ എന്നതാ? 180 മൈനസ് 135 ആൻസർ എത്രയാണ്? 45 ഡിഗ്രി. അപ്പൊ ഈ മേളിലുള്ള ഈ ആംഗിൾ നമുക്ക് കിട്ടി 45 ഡിഗ്രി കിട്ടി. ഇനി നമ്മൾ ഇതിന്റെ ഉത്തരം കാണാൻ ചെയ്യേണ്ടത് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഞാൻ ഒന്ന് വരച്ചു കാണിക്കാൻ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കണേ. റഫായിട്ട് ചെയ്താൽ മതി. ഒരു ലൈൻ വരച്ചു. പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുമ്പോൾ ഈ പോയിന്റിൽ വരുന്ന ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ വരുന്ന ഈ ചെറിയൊരു ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. അതിനൊരു പേര് കൊടുക്കാം നമുക്ക്. ഈ പോയിന്റ് ഡി എന്ന് എ ബി ഡി എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഇത് 30 ആണ്, ഇത് 90 ആണ്. അപ്പൊ ഇത് എത്ര വരും? 60. കണ്ടോ? കഴിഞ്ഞ ചോദ്യത്തിലെ ആ ആശയത്തിലേക്ക് നമ്മൾ വരുക. 30ഉം 60ഉം 90 ഡിഗ്രിയുള്ള റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലെങ്കിൽ മട്ടത്രികോണം. അപ്പോൾ ഈ കോൺ എത്ര വരും? 60 ഡിഗ്രി. തൊട്ടടുത്ത ട്രയാംഗിളിനെ കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ 90 അല്ലേ വരിക, ഇവിടെ 45. അപ്പൊ ഇവിടെ വരുന്ന ഈ കോൺ എത്രയായിരിക്കും? 90, 45, 45 അല്ലെങ്കിൽ 105 നിന്ന് 60 കുറച്ചാലും മതി. ഇവിടുത്തെ ഈ രണ്ടാമത്തെ ആംഗിൾ കോൺ എത്രയാണ് കിട്ടും? 105 നിന്ന് 60 കുറച്ചാൽ എത്ര കിട്ടുക? 45. അപ്പൊ ഞാൻ 105 തൽക്കാലം അവിടെ മാറ്റിടുവാണ്. നിങ്ങൾ ബുക്കിലോട്ട് ഇത് ചെയ്യുമ്പോൾ 105 ഡിഗ്രിക്ക് എഴുതി തന്നെ ചെയ്യാം. ഞാൻ തൽക്കാലം 105 മാറ്റി അവിടെ വരുന്ന സിംഗിൾ ആംഗിൾ എഴുതാൻ പോവാം. ഈ ആംഗിൾ എത്രയാണ് വരിക? 45. അങ്ങനെ 60യും ഈ 45 കൂടെ ആഡ് ചെയ്ത് 105 കറക്റ്റ് കിട്ടുമല്ലോ. ഓക്കെ ആണ്. ഇനി നമുക്ക് ഇതിന്റെ വശങ്ങൾ കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ ആദ്യം ചെയ്ത ഈ കാര്യം കൂടി ഇവിടെ എഴുതി വെക്കാം. ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ ബി ഡി. ഞാൻ ഇവിടെ എഴുതി വെക്കാം. ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ
ഡ്രോ എ പെർപെൻഡിക്കുലർ ലൈൻ ബി ഡി. നമ്മൾ ചെയ്തതാണ് അല്ലേ, അതുകൊണ്ടാണ് അതൊന്ന് പ്രത്യേകം മെൻഷൻ ചെയ്തത്. ഓക്കെ, ഇനി ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്തേ. അത് 90 ഡിഗ്രിയുടെ, ഞാനൊന്ന് ബുക്ക് വെച്ച് മറിച്ചൊന്ന് കാണിച്ചു തരാം. നോക്കിക്കൊള്ളുക. ഈ താഴെയുള്ള ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മാത്രം ഒന്ന് കൺസിഡർ ചെയ്യുക. 90യുടെ ഓപ്പോസിറ്റ് 2 ആണ് അല്ലേ? അപ്പൊ 30യുടെ ഓപ്പോസിറ്റ് എത്രയാണ് വരേണ്ടത്? 1. 60യുടെ ഓപ്പോസിറ്റ് ഈ വശം എത്രയാണ് വരേണ്ടത്? √3. 30യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഈ നീളം, അത് 1 കിട്ടും. 60യുടെ ഓപ്പോസിറ്റ് ഉള്ള ഈ നീളം √3 കിട്ടും. കണ്ടോ? അപ്പൊ നമുക്കൊന്ന് എഴുതി വെക്കാം. നോക്കിക്കൊള്ളുക. 30യുടെ ഓപ്പോസിറ്റ് ഉള്ള ഈ നീളം 1 മീറ്റർ. 60യുടെ ഓപ്പോസിറ്റ് ഉള്ള ഈ നീളം √3 മീറ്റർ. അപ്പൊ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന് 3 വശങ്ങൾ കിട്ടി. നമുക്ക് കാണുന്നത് എന്താണ്? ഈ എ ബി സി എന്ന് പറയുന്ന ആ വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ആണ്. എ ബി അറിയാം, ബി സി ഇനി കണ്ടുപിടിക്കണം. എ സിയുടെ കുറച്ച് കിട്ടി √3. ഇനി ബാക്കി അതിന് തൊട്ടപ്പുറത്തേക്കുള്ള ഡി സിയും കൂടെ കിട്ടണം. ഇനി അത് പെട്ടെന്ന് കിട്ടും. ഈ ട്രയാങ്കിൾ ഇനി നോക്കിക്കേ. 45 ഡിഗ്രി, 45 ഡിഗ്രി, 45 ഡിഗ്രി, 90 ഡിഗ്രിയുള്ള മട്ടത്രികോണം. അത്തരം മട്ടത്രികോണത്തിന് ഒരു സ്പെഷ്യൽ നെയിം ഇല്ലേ? എന്താണ്? സമപാർശ്വ മട്ടത്രികോണം അല്ലെങ്കിൽ ഐസോസ്ലസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അതിന് പ്രത്യേകത എന്തായിരിക്കും? സമപാർശ്വം അല്ലെങ്കിൽ ഐസോസ്ലസ് എന്ന വാക്യം തന്നെ ഉണ്ടല്ലോ. 2 വശങ്ങളുടെ നീളം തുല്യമായിരിക്കും. തുല്യമായ ആംഗിൾസിന് എതിരെ കിടക്കുന്ന വശങ്ങളായിരിക്കും തുല്യം. 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. നമുക്ക് നോക്കാം. ഈ 45ന് എതിരെ കിടക്കുന്ന വശങ്ങളുടെ നീളങ്ങൾ നോക്കാം. ഈ 45ന് എതിരെ കിടക്കുന്നത് 1 ആണ്. കണ്ടോ? ഞാനൊന്ന് മറച്ചു പിടിച്ച് കാണിച്ചു തരാം. നോക്കിക്കൊള്ളുക. കണ്ടോ? ഈ 45 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് 1 ആണ്. അപ്പോൾ ഈ 45ന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ വശവും എത്ര നോക്കുക? ഇതിന്റെ ഓപ്പോസിറ്റ് 1. ഈ 45ന്റെ ഓപ്പോസിറ്റ് ഈ വശമാണ്, അതും എത്ര തന്നെ വരും? 1 വരും. അപ്പൊ ഈ 45ന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഇത് 1 മീറ്റർ വരും. കണ്ടോ? ഇനി റൈറ്റ് ആംഗിൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ. ഈ ബേസും ഈ ഹൈറ്റും ഇവിടെയല്ലേ 90 ഡിഗ്രി വരിക. ഈ ബേസും ഈ ഹൈറ്റും തുല്യമാവും, 1 1. അപ്പൊ ഈ ഹൈപ്പോട്ടനസിന്റെ നീളം എത്രയായിരിക്കും? നിങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടതല്ലേ? 1 1 വരുന്ന 1 വരുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഹൈപ്പോട്ടനസ് √2 എന്ന് പല പ്രാവശ്യം നമ്മൾ എഴുതില്ല. ആ ഏരിയ വെച്ച് കണക്ട് ചെയ്ത് ഇവിടുത്തെ 1 ഇവിടുത്തെ 1 കൂടെ ആഡ് ചെയ്ത് 2 വരും. അപ്പൊ വശം √2 വരും നമ്മൾ കണ്ടതാണ്. അപ്പോ ഈ നീളം എത്രയാണ് വരിക? √2. ഇപ്പോൾ ഈ എൻടയർ ട്രയാങ്കിളിന്റെ എല്ലാ വശങ്ങളുമായി ഇനി പെരിമീറ്റർ കണ്ടാൽ മതി. എ ബിയുടെ നീളവും ബി സിയുടെ നീളവും എ സിയുടെ നീളവും കൂടെ ആഡ് ചെയ്താൽ മതി. നമുക്ക് ആഡ് ചെയ്താലോ? പെരിമീറ്റർ ഇസ് ഈക്വൽ ടു perimeter is equal to AB plus BC plus AC. എല്ലാം കൂടെ ആഡ് ചെയ്യാം. AB plus BC plus AC. അതിൽ ABയുടെ നീളം 2 ആണ്, BCയുടെ നീളം √2 ആണ്, പ്ലസ് ACയുടെ നീളം 1 പ്ലസ് √3 അല്ലെങ്കിൽ √3 പ്ലസ് 1. √3 പ്ലസ് 1. ഇതിന്റെ ഈ 2ഉം ഈ 1ഉം കൂടെ ആഡ് ചെയ്യാം അല്ലെ? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ആ 2 1 കൂടെ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 3. ബാക്കിയുള്ളത് √2 പ്ലസ് √3. ഒന്നുകൂടെ എഴുതാം. 3 പ്ലസ് √2ന്റെ വാല്യൂ എത്രയാ? 1.414 ആണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? √3യുടെ വാല്യൂ എത്രയാ? 1.732. ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്ത് നോക്കിയാലോ? എല്ലാം കൂടെ ആഡ് ചെയ്യാം. അതിൽ 3 പ്ലസ് 1.414 നമുക്ക് പെട്ടെന്ന് എഴുതാൻ പാടില്ലേ? എത്ര എഴുതുക? 4.414 പ്ലസ് 1.732. ഇവിടെ ഞാൻ ആഡ് ചെയ്തുതരാം. 4.414 പ്ലസ് 1.732 കിട്ടുന്ന ആൻസർ നോക്കാം. 4 പ്ലസ് 2 6, 1 പ്ലസ് 3 4, 7 പ്ലസ് 4 11, റിമൈൻഡർ 1 ഉണ്ട്. 4 പ്ലസ് 1 5, 5 പ്ലസ് 1 6. എന്താ ഫൈനൽ ആൻസർ കിട്ടുക? 6.146 മീറ്റർ. നല്ലൊരു ചോദ്യമല്ലേ? അപ്പോ ഈ ഒരു ചോദ്യം നിങ്ങൾ ബുക്കിലേക്ക് എഴുതുന്നതിന് മുമ്പ്
ഇതിന്റെ ക്വസ്റ്റ്യൻ തന്നിരുന്ന ഒറിജിനൽ ഫിഗർ എന്ന് വരയ്ക്കണം. അതിനുശേഷം മാത്രമേ ആൻസർ ഫിഗർ വരയ്ക്കാവുള്ളൂ. നീറ്റായിട്ട് ബുക്കിലോട്ട് എഴുതിയാൽ മതി. ഓക്കെ, താങ്ക് യു.